ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുശീലയോട് പലവട്ടം ഇങ്ങനെ സച്ചി പറയുന്നുണ്ട്, എൻ്റെ മകളെ കല്യാണം കഴിച്ചു തരുന്നില്ല എന്ന അർത്ഥത്തിൽ സച്ചി സംസാരിക്കുന്നുണ്ടെങ്കിൽ സുശീല ഇടിച്ചു കയറി മനഃപൂർവ്വം തന്നെ സച്ചിയുടെ മനസ്സിളക്കുന്ന വിധത്തിൽ സച്ചിയോട് പറയാണ് കേട്ടോ, തൻ്റെ മകൾക്ക് പറ്റിയ വരനാണ് ഇന്ദ്രൻ എന്നുള്ള സത്യം കേട്ടോ. അപ്പോൾ ഈ സമയം സച്ചി അത് എതിർക്കാനും നിൽക്കില്ല കേട്ടോ. എന്നാൽ ഇതിനിടയ്ക്ക് ഒരു ടെസ്റ്റ് സംഭവിച്ചിട്ടുണ്ടാവും. സച്ചിയെ കാണാൻ വേണ്ടി ഇന്ദ്രൻ ചെന്നിട്ടുണ്ടാവും. അങ്ങനെ ഇന്ദ്രൻ പറയണേ, എൻ്റെ അമ്മ നിങ്ങളിൽ നിന്നും 15 ലക്ഷം രൂപ വാങ്ങുന്നത് നിങ്ങളുടെ മകളെ ഞാൻ കല്യാണം കഴിക്കും എന്ന വിശ്വാസത്തോടു കൂടിയാണ്. പക്ഷേ നിങ്ങളോട് ഞാനൊരു കാര്യം പറയുന്നു, എനിക്കൊരിക്കലും നിങ്ങളുടെ മകളെ കല്യാണം കഴിക്കാൻ കഴിയില്ല. അവൾ എൻ്റെ അനിയത്തിക്കുട്ടിയാണ്. ഞാൻ ആ വീട്ടിൽ വളർന്നവനാണ്. അതുകൊണ്ട് തന്നെ അവൾ എൻ്റെ അനിയത്തിക്കുട്ടി ആയതുകൊണ്ട് തന്നെ എന്നും എൻ്റെ സഹോദരിയുടെ സ്ഥാനത്ത്, എൻ്റെ സോനയുടെ സ്ഥാനത്ത് എനിക്ക് അവളെ കാണാൻ കഴിയുള്ളൂ. അല്ലാതെ എൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് കാണാനും കഴിയില്ല. എനിക്കൊരു ഭാര്യയുണ്ടെങ്കിൽ അത് എൻ്റെ മനസ്സിൽ എന്നും അനുപമയായിരിക്കും. വേറൊരു സ്ത്രീയെ എനിക്ക് കാണാൻ കഴിയില്ല. എൻ്റെ അമ്മ പല വിഡ്ഢി വേഷങ്ങളും എന്നെ, പക്ഷേ ഞാൻ അതൊന്നും കണ്ടില്ലെന്ന് വെക്കുന്നത് എൻ്റെ അമ്മയെ എതിർക്കാനുള്ള ആ ഒരു കട്ടി എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. എതിർക്കാനുള്ള മനക്കട്ടിയില്ല, ധൈര്യമില്ല എന്നല്ല. ഞങ്ങളെ ഒരുപാട് കഷ്ടപ്പെട്ട് സച്ചി സാറിൻ്റെ വീട്ടിൽ പണിയെടുത്തും ഞങ്ങളെ കഷ്ടപ്പെട്ടൊക്കെയാണ് എൻ്റെ അമ്മ ഞങ്ങളെ വളർത്തിയത്. അത് എന്ന് എൻ്റെ ഓർമ്മകളിൽ ഉള്ളത് കൊണ്ട് തന്നെ അതെനിക്ക് മറക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ കോലത്തിനൊക്കെ കിടന്ന് തുള്ളുന്നത്. എൻ്റെ അമ്മ പറയുന്നതിനനുസരിച്ചൊക്കെ മിണ്ടാതെ നിൽക്കുന്നത്. പക്ഷേ എപ്പോഴാണാവോ എനിക്കതിന് കഴിയുക എന്ന് എനിക്ക് പറയാൻ കഴിയില്ല എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ഈ സമയം സച്ചി അത് കേൾക്കുമ്പോൾ സച്ചി പറയണേ, മോനെ ഇന്ദ്ര, നീ പറയുന്നത് പോലെ തന്നെ ഒരിക്കലും ഞാനും എൻ്റെ മകളെ ഒരിക്കലും നിനക്ക് കല്യാണം കഴിച്ചു തരാൻ നിൻ്റെ അമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ അനുവദിക്കില്ല. കാരണം എൻ്റെ കുഞ്ഞ് ഞങ്ങൾക്ക് എന്നും വേണ്ടപ്പെട്ടവളാണ്. ഞങ്ങൾ ആരുടെയും തലയിലങ്ങ് അവൾ ഭാരമായിട്ടൊന്നും ഞങ്ങൾ ആരുടെയും തലയിൽ കെട്ടിവെക്കാന്നുള്ള ആ ഒരു ഇതും ഞങ്ങളിലില്ല. സത്യനുമായി അവളെ കല്യാണം കഴിപ്പിക്കണം ഞങ്ങളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞങ്ങളുടെ അടുത്ത് തെറ്റുപറ്റി. പക്ഷേ നീയുമായി അവളെ കല്യാണം കഴിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് ഒരിക്കലും ആഗ്രഹമില്ല. കാരണം അനന്തമാഷിൻ്റെ മകളെ കല്യാണം കഴിച്ചതാണ്. നിൻ്റെ വീട്ടിലോട്ട് ഇനി ഒരിക്കലും ഞങ്ങൾ ഒരു പെണ്ണിനെ, എൻ്റെ മകളെ പറഞ്ഞയക്കാനും ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഞാനൊരു കാര്യം പറയാം, നിൻ്റെ അമ്മ അവിടെ വന്ന് ഓരോന്ന് പറയുമ്പോഴും ഞങ്ങൾ മൗനമായി നിൽക്കുന്നത് അത് തിരിച്ചടി പറയാൻ കഴിയാത്തത് കൊണ്ടല്ല, പലതും കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കുന്നത്. വീട്ടിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇന്ദുവിൻ്റെ പ്രശ്നം, അതുപോലെ ഗോകുലിൻ്റെ പ്രശ്നം, അങ്ങനെ ഒരുപാട് പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ നിൻ്റെ അമ്മയുടെ വായിലിരിക്കുന്നതും കൂടി കേൾക്കുമ്പോൾ മനസ്സ് വല്ലാതെ തകരുന്നു. അതുകൊണ്ടാണ് നിൻ്റെ അമ്മ എന്ത് പറയുമ്പോഴും ഞങ്ങളെല്ലാം തലയാട്ടി നിൽക്കുന്നത്. പക്ഷെ അതിനൊക്കെ ഒരുമിച്ചൊരു ശിക്ഷ നിൻ്റെ അമ്മക്ക് ഒരു ദിവസം ഞങ്ങൾ കൊടുക്കുമെന്ന് പറയണം കേട്ടോ. ആ സമയം ഇത് കേൾക്കുന്ന ഇന്ദ്രൻ, സാറേ എനിക്ക് എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഞാൻ ഒരിക്കലും ഇന്ദുവിനെ കല്യാണം കഴിക്കില്ല. എൻ്റെ അമ്മ പറയുന്നതിനനുസരിച്ചൊക്കെ ഞാൻ അവിടെ വരും. എൻ്റെ അമ്മ പറയുന്നതിനനുസരിച്ച് തുള്ളുകയൊക്കെ ഞാൻ ചെയ്യും. പക്ഷേ മണ്ഡപത്തിലോട്ട് ഇന്ദുവിനെ കൈപിടിച്ച് കയറ്റുക, അങ്ങനെ വിവാഹം കഴിക്കണമെന്നോ താലി കെട്ടണമെന്നോ എന്നൊന്നും എന്നോട് പറഞ്ഞാൽ അത് നടക്കത്തില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം സച്ചി പറയണേ, എന്നാൽ ശരി, നിൻ്റെ അമ്മ കാണിക്കുന്നത് കാണിക്കട്ടെ, ഞാനും നീയും ഒത്തു കളിച്ച് ഒരു പണി അങ്ങ് ചെയ്താലോ? നിൻ്റെ അമ്മക്ക് തിരിച്ചടി കൊടുക്കുന്നതല്ലേ നല്ലത്, മുഖത്ത് നോക്കി 4 വാക്ക് പറയുന്നതിനേക്കാൾ നല്ലത്. സുശീല ഒരുപാട് അങ്ങ് വലുതാവട്ടെ, എൻ്റെ മകളെ കല്യാണം കഴിച്ച് തരുമെന്ന പ്രതീക്ഷയോടുകൂടി സുശീല ഈ സ്വത്തുക്കളെല്ലാം സ്വന്തമാക്കാമെന്ന ആർത്തിയോടുകൂടി സുശീല വളരട്ടെ. വളരുമ്പോൾ സത്യൻ്റെ ജീവിതത്തിൽ സത്യനെ മുഖേന എൻ്റെ മകളെ കല്യാണം കഴിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സുശീലക്ക് ലാസ്റ്റ് കിട്ടിയതെന്താ? അതുപോലെ ഒരു തിരിച്ചടി നമുക്കങ്ങ് കൊടുത്താലോ എന്ന് ചോദിക്കാൻ കേട്ടോ. അത് കേൾക്കുന്ന ഇന്ദ്രൻ ഓക്കെ, ഞാൻ ഓക്കെയാണ് എന്ന് പറയണേ. എന്നാൽ നമുക്ക് കോലം കെട്ടാം എന്ന് ഇന്ദ്രനോട് സച്ചി പറയണം. അതിനൊപ്പം ഗോകുലം നിന്ന് കൊടുക്കണം കേട്ടോ. ഗോകുലം പറയണേ, നിൻ്റെ അമ്മക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ശിക്ഷ അത് തന്നെയാണ്. എങ്കിലാണ് ആ സ്ത്രീ ഒരു പാഠം പഠിക്കുള്ളൂ. എത്രയെന്ന് വെച്ചിട്ടാണ് എല്ലാവരും മിണ്ടാതിരിക്കുന്നത്? അവരൊരു പ്രായത്തെ മാനിച്ച് മാത്രമാണ് അവർക്ക് ശിക്ഷ കൊടുക്കാത്തത്. അപ്പോൾ സച്ചി പറയണത് ശരിയാണ്, ഞങ്ങൾക്ക് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ ഇന്ദ്ര, സത്യം, നിങ്ങളെ ആലോചിച്ച് മാത്രം മക്കൾക്ക് എത്രയായാലും പെറ്റമ്മ തന്നെയാണ്. എത്ര തെറ്റുകുറ്റങ്ങളും മക്കൾക്ക് ചെയ്ത് കഴിഞ്ഞാലും മക്കൾ അത് പൊറുക്കും. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ പലവരും പലതും കണ്ടില്ലെന്ന് നടിക്കുന്നത് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ഈ വാക്കുകളെല്ലാം കേൾക്കുമ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ ഓക്കെ എന്ന് പറയുന്നത്. അങ്ങനെ ഈ പെണ്ണ് കാണൽ ചടങ്ങും സുശീൽ ഇങ്ങനെ പലവട്ടങ്ങളായി ഇത് പെണ്ണ് കാണൽ ചടങ്ങാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം സച്ചി കുറച്ചൊക്കെ എതിർക്കെങ്കിലും സുശീൽ അതിമേ തന്നെ കയറി പിടിക്കണം. പിന്നീടാണെങ്കിലോ സച്ചിയുടെ അടുത്തോട്ട് സുശീല വരികയാണ്. അങ്ങനെ സുശീല പറയാണ്, അതെ, നിങ്ങളുടെ മകൾക്ക് ഇനിയൊരു കല്യാണമൊന്നും കിട്ടില്ല. എത്രയായി അവൾക്ക് ഇപ്പോൾ കല്യാണം വേണ്ടെന്ന് വെച്ചിട്ട് ഡിവേഴ്സ് ചെയ്തിരിക്കുന്നത്. എൻ്റെ മകനാണെങ്കിലോ എന്തായാലും മാഷ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മകനിക്ക് ഇപ്പോൾ എന്തായാലും ഒരു കല്യാണം വേണം. ഇന്ദ്രനാണെങ്കിൽ അവന് നല്ലവനാണ്, അവന് നല്ല സ്നേഹമുള്ളവനാണ്. അതുകൊണ്ടാണല്ലോ മാഷ് ഇത്രയും ദിവസം മകളെ വിട്ട് കൊടുക്കാൻ മടിച്ചിട്ട് മാഷ് ഇത്രയും ദിവസം എൻ്റെ മകൻ്റെ കൂടെ നടന്നത്. പക്ഷേ അവൾക്ക്
അവൾക്ക് അതിൻ്റെ ആ ഒരു ഇതൊന്നുമില്ല. അതുകൊണ്ട് എൻ്റെ മകനായിട്ട് വേണ്ട, അവരായിട്ട് വേണ്ടെന്ന് വെച്ച് അവർ പോയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ മകളുമായി നമുക്കങ്ങ് കല്യാണം ഉറപ്പിച്ചാലോ എന്ന് പറയുമ്പോൾ സച്ചി പറയണേ, ആ എന്തായാലും എൻ്റെ മകളുടെ കല്യാണം ഞാൻ ഉറപ്പിക്കുക തന്നെയാണ്. അവൾക്ക് ഇന്ന ദിവസം അവളുടെ എന്താണ് അവളുടെ വിവാഹം നടത്താം എന്നുള്ള തീരുമാനത്തിലാണ് ഞങ്ങളെന്ന് പറയട്ടോ. അത് കേൾക്കുന്ന സുശീല, ആണോ സച്ചി സാറേ, അവളുടെ വിവാഹം നടത്തണോ? ഓ അതെ, വിവാഹം നടത്തുന്നു എന്ന് പറയണേട്ടോ. അങ്ങനെ സുശീലയ്ക്ക് വരൻ ഇന്ദുവിന് വരുന്നത് ഇന്ദ്രനാണെന്ന പ്രതീക്ഷയോടുകൂടി കാര്യങ്ങൾ നടത്താണ്. അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ അടിപൊളിയായി തന്നെ തകൃതിയായി തന്നെ കാര്യങ്ങൾ നടത്തുമ്പോൾ ഇപ്പുറത്ത് സത്യനും പ്രതിഭയൊക്കെ വന്ന് പറയുന്നുണ്ട് കേട്ടോ, ഇന്ദ്രേട്ട ഒരിക്കലും ഇന്ദുവിനെ കല്യാണം കഴിക്കരുത്. അനുചേച്ചിയുടെ ജീവിതം നിങ്ങൾ തമ്മിൽ ഇങ്ങനെയൊക്കെ ആയെങ്കിലും കൂടിയിട്ട് ഇനി ദൈവം നിങ്ങളുടെ ഇടയിൽ ഒരു ആളുണ്ട്, അതായത് കുഞ്ഞുണ്ട്. ഇന്ദ്രേട്ടൻ അങ്ങനെ ഒരു അമ്മയുടെ വാക്ക് കേട്ട് തുള്ളരുതെന്ന് പറയുമ്പോൾ ഇന്ദ്രൻ ഒന്നും മിണ്ടാതെ എണീറ്റ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ ഇവർക്കും സംശയം തോന്നുകയാണ്, ഇന്ദ്രനും അമ്മയുടെ ഓട്ടത്തിനനുസരിച്ച് തുള്ളുകയാണോ എന്നൊരു തോന്നൽ ഇവരിലും വരികയാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ സോന പറയണേ, സത്യേട്ട എന്തിനാ വെറുതെ എതിർക്കാൻ നിൽക്കുന്നത്, എന്തായാലും ഇന്ദുവിനെ കല്യാണം കഴിക്കാൻ അവരായിട്ട് സമ്മതം ആണെങ്കിൽ നമ്മൾ എന്തിനാ എതിർക്കുന്നത്, അനുചേച്ചി പോയി, ഇനി എന്തായാലും ഇന്ദ്രേട്ടൻ്റെ ഒരു ജീവിതം വേണ്ടേ, അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ ഇഷ്ടത്തിന് ഈ കല്യാണം അങ്ങ് നടന്നോട്ടെ. സോനയാണെങ്കിൽ പഠിച്ച കള്ളിയാണല്ലോ, സുശീലയുടെ മകളാണല്ലോ, കാരണം ഈ പണത്തിൻ്റെ പിറകെ ഓടുന്ന ആ സ്വഭാവം സോനയ്ക്ക് വീണ്ടും തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് സച്ചിയുടെ വീട്ടിലോട്ട് ഇടയ്ക്കിടയ്ക്ക് പോക്കായി വരവായി. അപ്പോൾ സച്ചി പറയണ നാളെ സ്വർണ്ണം എടുക്കാൻ പോകണം, അപ്പോൾ ബാക്കിയുള്ളതിന് പോകണം. ആ ഞാനും വരാം, എൻ്റെ മകൻ ഇന്ദ്രനും വരാം, അതൊന്നും വേണ്ട സുശീലേ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഗോകുലും കൂട്ടിയിട്ട് പറയാം, അവർ വന്നോട്ടെ, അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ വന്നോട്ടെ. അപ്പം മന്ദാകിനിയും ഈ പറയുന്ന മഹേഷൊക്കെ എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം മന്ദാകിനിയെ കാണുമ്പോൾ സുശീലക്ക് കുറച്ചൊക്കെ ചൊറിയും, മന്ദാകിനിയോട് ഏറ്റുമുട്ടാൻ ശ്രമിക്കും. അപ്പോൾ ഉടൻ തന്നെ മന്ദാകിനി പറയും, സുശീല നിനക്ക് എത്ര കിട്ടിയാലും നീ പഠിക്കില്ല, നീ ഒരു പ്രാവശ്യം പഠിച്ചതല്ലേ, നിൻ്റെ മകനെ കല്യാണം ഉറപ്പിച്ചിട്ട് ഇന്ദുവുമായി കല്യാണം കഴിക്കാൻ ലാസ്റ്റ് വരെ നീ എത്തിയിട്ട് കതിർമണ്ഡപത്തിൽ പിന്നീട് ആരാണ് ഇന്ദുവിൻ്റെ കഴുത്തിൽ താലി കെട്ടിയത്, അത് നീ നന്നായി ഓർക്കുന്നില്ലേ എന്നൊക്കെ പറയുമ്പോൾ, ഓ അന്ന് അങ്ങനെ ആയെങ്കിലും ഇന്ന് എൻ്റെ മകൻ ഇന്ദ്രൻ തന്നെ ആയിരിക്കും കല്യാണം കഴിക്കുക എന്ന് പറയുമ്പോൾ, ഓ നമുക്ക് കാണാം എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള വെല്ലുവിളി പോരുവിളിയൊക്കെ തുടങ്ങി കേട്ടോ. അങ്ങനെ തകൃതിയായി തന്നെ സന്തോഷത്തോടു കൂടി തന്നെ ഇന്ദുവും കാര്യങ്ങളൊക്കെ നീക്കാണ്. സ്വർണ്ണമെടുക്കുന്നു, അതിൽ സുശീല കൈപ്പറ്റാൻ ശ്രമിക്കുന്നു, പിന്നീട് സാരി എടുക്കുന്നു, ഡ്രസ്സിൽ കൈപ്പറ്റാൻ ശ്രമിക്കുന്നു, അങ്ങനെ പലതും ഇങ്ങനെ സുശീല എങ്ങനെ ചെയ്തും കൊണ്ടിരിക്കുന്നു. അതെല്ലാം കണ്ടിട്ടും ഇവർ കൊടുക്കാൻ പോകുന്ന ലാസ്റ്റ് അടിയുണ്ടല്ലോ, അത് തന്നെ അതിന് വേണ്ടി ഇവരെല്ലാം സഹിക്കുകയാണ്, എല്ലാവരും പല്ലിൽ കടിച്ചമർത്തി നിൽക്കുകയാണ്. അങ്ങനെ ഈ സമയം അങ്ങനെ കതിർമണ്ഡപം എത്താണ്, വിവാഹ ദിവസം എത്താണ്, കല്യാണമാവാണ്, വധുവിനെ കതിർമണ്ഡപത്തിലോട്ട് കൊണ്ടുവരികയാണ്. ഇന്ദ്രനെ അതിനനുസരിച്ച് സുശീല കോലം കെട്ടിക്കും, പക്ഷേ ഇന്ദ്രനും അറിഞ്ഞും കൊണ്ടുള്ള കളിയായതുകൊണ്ട് തന്നെ ഇന്ദ്രനും കോലം കെട്ടും. ഇതെല്ലാം കണ്ടിട്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നറിയാതെ കല്യാണത്തിന് വന്ന അനുപമയുടെ മനസ്സ് പോലും പൊടിഞ്ഞു പോകുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, ഹൃദയം പൊട്ടുന്ന വേദനയോടുകൂടി കണ്ടു നിൽക്കുമെങ്കിലും എന്നെ വേണ്ടാതെ പോയതല്ലേ, ഇനി എനിക്കും വേണ്ട, എൻ്റെ അച്ഛൻ പറഞ്ഞതാണ്, ഇനി എത്ര കൂടി ചേർന്നാലും ഏച്ചു കൂട്ടിയാലും മൊച്ചും കൊണ്ടിരിക്കും എന്ന് പറയുന്നത് പോലെ അതുപോലെ തന്നെ ആവുള്ളൂ. ആ സ്ത്രീയുടെ അടുത്തോട്ട് എനിക്ക് പോകാൻ കഴിയില്ല, ആ സ്ത്രീയോട് പൊരുതാനും എനിക്ക് കഴിയില്ല, എനിക്ക് എൻ്റെ കുടുംബത്തിന് അവരെന്തായിക്കോട്ടെ. അപ്പോൾ ഈ അനുപമയോട് വന്നിട്ട് പറയും, എടി കണ്ടില്ലേ, നീ എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ തന്നെ എൻ്റെ മകനെ വെച്ചടി കയറ്റം എന്നൊക്കെ പറയുന്നു കേട്ടോ. അങ്ങനെ പല വാക്കുകളും പറയാണ്. പല വാക്ക് പറയുമ്പോഴും അനുപമ ആയിക്കോട്ടെ, നിങ്ങളുടെ മകന് നല്ലൊരു ജീവിതം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ, പക്ഷെ അമ്പിളി തിരിച്ചടി കൊടുക്കാൻ നോക്കും, പക്ഷെ ആ തിരിച്ചടിക്കൊന്നും സുശീല വക വെക്കില്ല. അങ്ങനെ വലിയ പണക്കാരിയായ മരുമകള് തൻ്റെ ജീവിതത്തിലോട്ട് വരുന്ന ഒരുപാട് പ്രതീക്ഷയോടുകൂടി സുശീല ഇരിക്കാൻ കതിർമണ്ഡപത്തിൽ ഇന്ദു എത്താണ്. വരനായി ഈ പറയുന്ന ഇന്ദ്രനെ പിടിച്ചു നിർത്തും. അങ്ങനെ ഏകദേശം താലികെട്ടുന്ന ഏകദേശമൊക്കെ ഒരു സമയമായി തുടങ്ങുകയാണ്. ആ സമയം കാണാൻ ഇന്ദ്രൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ പറയുന്ന മഹേഷ് കേട്ടോ, മഹേഷ് അടിപൊളിയായി വേഷമൊക്കെ കേട്ടി മഹേഷ് വരുന്ന മഹേഷിനെ കാണുന്നതിനോട് കൂടി സുശീല, ഇതെന്താ മന്ദാകിനി, നിന്റെ മകളുടെയും കല്യാണമാണോ എന്ന്? ഓ എൻ്റെ മകൻ്റെ കല്യാണം തന്നെ, എൻ്റെ മകൻ്റെയും കല്യാണമാണ്, അപ്പോൾ വധുവിനൊന്നും ഇവിടെ കാണാനില്ലല്ലോ. അത് സുശീലയുടെ കണ്ണ് മഞ്ഞയായതുകൊണ്ട് ഒന്നും കാണാത്തതാണ്, സുശീലയ്ക്ക് എന്തോ തിമിരം ബാധിച്ചിരിക്കുകയാണ് എന്നൊക്കെ മന്ദാകിനി പറയുന്നു കേട്ടോ.
അങ്ങനെ ഏകദേശം ഖദർ മണ്ഡപത്തിൽ താലി കെട്ടേണ്ട സമയമായി തുടങ്ങി. അപ്പോൾ ഉടൻ തന്നെ വരനായി രണ്ടുപേരും അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നുണ്ട്. അപ്പോൾ പഴയ ആ ഒരു സീൻ ഇങ്ങനെ ഓർമ്മ വരികയാണ്. ഇതുപോലെ തന്നെ ആയിരുന്നല്ലോ ഈശ്വര സത്യനും ഈ രാഹുലും നിന്നിരുന്നത്. ആ ഒരു ലെവൽ തന്നെയാണല്ലോ ഇപ്പോൾ കാണുന്നത്. എന്താ ഇങ്ങനെ എന്ന് സുശീലയ്ക്ക് വരുന്ന കേട്ടോ. അപ്പോൾ ഇവരൊക്കെ പരസ്പരം പറഞ്ഞു തുടങ്ങുകയാണ്. അങ്ങനെ ഈ സമയം താലി എടുത്തു കൊടുക്കാൻ പറയാണ് പൂജാരി. അങ്ങനെ താലി എടുത്തു കൊടുക്കുന്നത് മഹേഷിന് മുന്നിൽ ഇന്ദുവിൻ്റെ കഴുത്തിൽ മഹേഷ് താലി കെട്ടുന്നു. സുശീല വീണ്ടും തിരിച്ചടി കിട്ടിയതുപോലെ നിൽക്കുമ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ പറയണം, മതിയായോ അമ്മക്ക്, മക്കളെ മറ്റുള്ളവർക്ക് മുന്നിൽ അപമാനിക്കാനായി കോലം കെട്ടിവെക്കല്ലേ. അമ്മയുടെ വാശിക്ക് മക്കൾ വഴങ്ങിത്തരുന്നു എന്ന് കരുതിയിട്ട് ഇനിയെങ്കിലും ഒരു മനുഷ്യ സ്ത്രീ ആയിക്കൂടെ. എത്രാമത്തെ തവണയാണ്. അപ്പോൾ സത്യൻ്റെ വായിൽ നിന്നും സത്യനും ഇത് കേൾക്കാൻ കേട്ടോ. പക്ഷേ ഇതെല്ലാം അറിഞ്ഞും കൊണ്ടാണോ നീ ഇതിന് നിന്നത് എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ഞാൻ ഇതെല്ലാം അറിഞ്ഞും കൊണ്ട് തന്നെയാണ്. അമ്മയോട് നല്ലപോലെ പറഞ്ഞ അമ്മ പിന്നീട് സച്ചി സാറിൻ്റെ കുടുംബത്തിനായിരിക്കും ആ കല്യാണം മുടക്കാനുള്ള പരിപാടികൾ ചെയ്യുക. അപ്പോൾ ആ സ്ത്രീ അവർ മനസ്സമാധാനത്തോടു കൂടി ജീവിച്ചോട്ടെ. ഒരു കാലത്ത് ഇന്നിപ്പോൾ ഞാൻ ഈ ലെവലിലേക്ക് എത്താൻ ഈ കാരണങ്ങളൊക്കെ ഈ പറയുന്ന സച്ചി സാറും കുടുംബവുമാണ്. അപ്പോൾ അവരുടെ മകളും മകനും ഒക്കെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് കാണുന്ന എനിക്ക് ആഗ്രഹമുണ്ട്. അതിന് ഞാൻ ഇങ്ങനെ കോലം കെട്ടിയിട്ടാണെങ്കിലും ഇതിന് ഈ അമ്മ തടയിടാതിരിക്കാനും കുത്തിത്തിരിപ്പുണ്ടാക്കാതിരിക്കാനും വേണ്ടിയാണ് ഞാൻ ഈ ഒരു വരൻ വേഷം കെട്ടിയതെന്ന് പറയുമ്പോൾ സുശീല ആകെ നാണം കെട്ടുപോകുന്ന കിട്ടുക്കൻ സീനൊക്കെ വരാനിരിക്കുന്നുണ്ട് കേട്ടോ.